മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവന് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞ കാര്യം അനന്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വ്യാഴാഴ്ച കൃത്യമായി തനിക്ക് പൈസ തരണമെന്നും അല്ലെങ്കിൽ 15 ലക്ഷമായിട്ട് അത് കൂട്ടുമെന്നും പറഞ്ഞുകൊണ്ട് വാമദേവൻ പോകുന്നുണ്ട്. പിന്നീട് അനന്തു കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനെയും മഹിയെയും അറിയിക്കുകയാണ്. എന്തായാലും അയാൾ കുറച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കട്ടെ, അതിനുള്ളിൽ നമുക്ക് അയാളെ എങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിക്കാമെന്നൊക്കെ കണ്ണൻ പറയുന്നു. തോമസ് വൈദ്യനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നതിന് മുമ്പായി തന്നെ കണ്ണനോട് പറയുന്നുണ്ട്, മാതൃകാ ദമ്പതികളാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു തെറ്റിദ്ധാരണ കൊണ്ടും പിരിയരുത്. എന്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ അയ്യപ്പസ്വാമി വെറും ഒരു വിഗ്രഹം മാത്രമല്ല, അത് ശരിക്കും അയ്യപ്പൻ തന്നെയാണ്. പിന്നെ നിങ്ങൾ കാണാറുള്ള സിദ്ധയായിട്ടുള്ള അമ്മയും ദേവി ചൈതന്യമുള്ള അമ്മയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു കാരണവശാലും പിരിയരുത്. മറ്റെല്ലാവരും സ്വത്തുക്കൾ മോഹിച്ച് മാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നത് കണ്ണ. പക്ഷേ മഹാലക്ഷ്മി അങ്ങനെയല്ല, ഭർത്താവിന്റെ സ്നേഹം മാത്രമേ അവൾക്ക് വേണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ താൻ ഒരിക്കലും ഇനിയൊരു തെറ്റ് ആവർത്തിക്കില്ല എന്ന് കണ്ണൻ പറയുന്നു. അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിനോട് എന്തുകൊണ്ടാണ് കണ്ണനും മഹാലക്ഷ്മിയും താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു പിണക്കം സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കമായിരിക്കുമെന്ന് പറഞ്ഞ് സാഗർ ആണെങ്കിൽ ഒഴിഞ്ഞു മാറുന്നു. മാർക്കോയും അനന്തവും കണ്ണനും വാമദേവൻ കൊടുക്കാനുള്ള അടുത്ത പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി ഒരു കാരണവശാലും മഹിയെയോ അല്ലെങ്കിൽ മറ്റാരെയോ ഭീഷണിപ്പെടുത്തില്ല എന്നും കണ്ണനോട് സത്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനമായി ഒരു തുക പറയാൻ മാർക്കോ അനന്തുവിനോടും കണ്ണനോടും ആവശ്യപ്പെടുന്നു. അതായത് അയാൾ കുറച്ച് സ്വപ്നം കാണട്ടെ, എന്തായാലും വലിയൊരു തുക തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോ അയാൾ കിടന്ന് സ്വപ്നം കാണുമ്പോഴേക്കും അയാളെ കെടുത്താനുള്ള മാർഗങ്ങൾ നമുക്കുണ്ടാക്കാം എന്നൊക്കെ മാർക്കോ പറയുന്നു. അങ്ങനെ അനന്തുവിനോട് ആ വാമദേവനെ കാണാനായിട്ട് പറയണം. പിന്നീട് അനന്തു ആവട്ടെ അവര് പറഞ്ഞതനുസരിച്ച് വാമദേവനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് തനിക്ക് ഒന്നുകൂടി കാണണമെന്ന് പറയുമ്പോൾ അതിനെന്താ, വരാലോ, പൈസ ആയിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞതുപോലെ തന്നെ വ്യാഴാഴ്ചയെ കിട്ടത്തുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ വാമദേവൻ വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അനന്തു തന്റെ ആ ഒരു പ്ലാനിങ് പറയണം. അതായത് അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഇനി ഇതിന്റെ പേരിൽ ഒരു വിലപേശൽ പാടില്ല, എത്ര തുകയാണ് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാനായിട്ട് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ വാമദേവനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. ഓ, ഇത് വലിയൊരു രഹസ്യമാണ്, കണ്ണനെ അറിഞ്ഞാൽ ഉണ്ടാവുന്ന കേടുപാടുകളെ കുറിച്ച് അറിയാമല്ലോ, അതുകൊണ്ട് ഞാനൊരു തുക പറയാം, അത് അനന്തുവിന് സമ്മതമാണോ എന്ന് ചോദിക്കണം. പക്ഷെ തുക പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഇതോട് കൂടിയിട്ട് എല്ലാം അവസാനിക്കണമെന്ന് അനന്തു മുൻകൂറായിട്ട് പറയുന്നു. എങ്കിൽ പിന്നെ ഒരു 60 ലക്ഷം എനിക്ക് വേണമെന്നിങ്ങനെ വാമദേവൻ പറയുമ്പോൾ അനന്തുവാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇയാളുടെ ഒരു ആർത്തി, ചോര കുടിക്കുന്ന പിശാച്, നിനക്ക് തരാമെടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്തു ആ ഡീലങ്ങ് ഉറപ്പിച്ച് മഹാലക്ഷ്മിയോടും കണ്ണനോടും പറയാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തുകയാണ്. എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ 60 ലക്ഷം രൂപ അയാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നല്ല 8ന്റെ പണി. എന്തായാലും വാമദേവൻ കുറച്ച് സ്വപ്നം കാണട്ടെ, ഇതോട് കൂടിയിട്ട് അയാളെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടണം എന്നൊക്കെ അനന്തു കണ്ണനോട് പറയുന്നു. അതിനുശേഷം അതിന്റെ പകരമായിട്ട് മാർക്കോയെയോ ലോപ്പസിനെയോ കമ്പനിയിലേക്ക് കൊണ്ടുവരണമെന്നും അനന്ത് പറയുകയാണ്. അതിനെക്കുറിച്ച് താൻ ആലോചിക്കുന്നുണ്ടെന്ന് കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വാമദേവൻ ഇത്രയ്ക്കും ദുഷ്ട രീതിയിൽ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. പിന്നീട് വാമനാവട്ടെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം സീമന്തിനിയോട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, ലോട്ടറി അടിച്ചു എന്ന്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്ത് ലോട്ടറി അടിച്ച കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? എടി 15 ലക്ഷം അല്ലേ ഞാൻ ആദ്യം ചോദിച്ചിരുന്നത്, അതും വെറും തുച്ഛമായിട്ടുള്ള പൈസ. ഇന്നേ ആ അനന്തു എന്നെ കാണാൻ വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്തിനാണെന്ന് ഇങ്ങനെ ശ്രീമതിനി ചോദിക്കുമ്പോൾ അവൻ വിളിച്ചതേ ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ അവസാനമായിട്ട് ആവശ്യപ്പെടുക എന്നായിരുന്നു. ഞാനൊരു 60 ലക്ഷം പറഞ്ഞു. ഇത് കേട്ട് ശ്രീമന്തിനിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. 60 ലക്ഷമോ? ഈ 60 ലക്ഷം കൊണ്ടൊക്കെ നിങ്ങൾ ഒതുങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, ഈ ഒരു കേസ് അതെന്റെ വലിയൊരു ഭാഗ്യം തന്നെയാണ്, ഒരിക്കലും കണ്ണൻ സത്യങ്ങൾ അറിയരുതെന്നൊക്കെ വാമദേവൻ പറയുന്നു. പിന്നീട് അനന്തു ആവട്ടെ കണ്ണനുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഉണ്ണി എങ്ങാനും ഈ സത്യങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും വേടാ അവന്റെ പ്രതികരണം? അവൻ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല. ഉണ്ണി ഓർമ്മ വെക്കാത്തതിന് മുമ്പായിട്ടാണ് അച്ഛൻ ഈ ഭൂമി വിട്ട് തന്നെ പോയത്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, അവൻ അറിഞ്ഞാൽ ആകെ പ്രശ്നാവും. കരുണ പിന്നെ കമലേശ്വരത്ത് കാണില്ല, അത്രയ്ക്കും ദേഷ്യത്തിലായിരിക്കും അവൻ പിന്നീട് പ്രതികരിക്കാൻ പോകുന്നത്. എന്താ ചെയ്യാന്ന് പോലും പറയാൻ പറ്റില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നു. പിന്നീട് കരുണയാവട്ടെ
വളരെ സൗമ്യമായിട്ടും മാന്യമായിട്ടൊക്കെ ഉണ്ണിയോടും ദുർഗയോടും പെരുമാറുന്നത് കണ്ടിട്ട് അവർക്കാണെങ്കിൽ ആകെ ഡൗട്ട് ആവുകയാണ്. എന്തുകൊണ്ടായിരിക്കും കരുണയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? അവളുടെ അച്ഛനും മാനസിക നില തെറ്റിയെങ്കിലും ഈ ഒരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണെന്നൊക്കെ ഉണ്ണി പറയുന്നു. ഇപ്പൊ എന്നോട് വിലപ്പെട്ട ഒന്നും ആവശ്യപ്പെടുന്നില്ല, എന്നെ കുറ്റപ്പെടുത്താറില്ല, എല്ലാം കൊണ്ടും എന്റെ മുന്നിൽ പത്തി മടക്കിയിരിക്കുകയാണെന്നൊക്കെ ഉണ്ണി ദുർഗയോട് പറയുമ്പോൾ എന്തോ ചിലപ്പോ കാര്യമായി എന്തെങ്കിലും കാണും. അങ്ങനെ ഉണ്ണിക്ക് വീണ്ടും സംശയങ്ങൾ കൂടുകയാണ്. ഒരുപക്ഷെ ഈ പറയുന്ന കരുണ എന്തെങ്കിലും സത്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ടോ എന്ന് അവൻ ചിന്തിക്കുന്നു. എന്തായാലും ഉണ്ണി അതിന്റെ പുറകിലുള്ള യാത്ര തുടങ്ങാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.